കുറിച്ചി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറും നിലവിലെ 8-ാം വാർഡിലെ സ്ഥാനാർത്ഥിയും ബി.ജെ.പി. ജില്ലാ സെക്രട്ടറിയുമായ ബി.ആർ. മഞ്ജീഷിനെ വീട്ടിൽ കയറി സി.പി.എമ്മുകാർ ആക്രമിച്ചു. ആക്രമണത്തിൽ ആർ.എസ്.എസ്. ജില്ലാ കാര്യകർത്താവായ ജി. ശ്രീകുമാറിന്റെ തലയിൽ വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും മഞ്ജീഷിനെയും പ്രവർത്തകനായ മനോജിനെയും കമ്പിവടി കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സി.പി.ഐ.എം നേതാവിനെതിരെ മത്സരിക്കാൻ നീ വളർന്നോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആക്രമണം ആരംഭിച്ചതെന്ന് മഞ്ജീഷ് പറഞ്ഞു. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നമ്മളതൊന്നും അറ്റൻഡ് ചെയ്തില്ല, ക്ഷമിച്ച് പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് ഒരു 10:30 ആയപ്പോഴത്തേക്കും വീടിൻ്റെ ഞങ്ങൾ നമ്മുടെ പ്രവർത്തകൻ കൺവീനറുടെ വീട്ടിലായിരുന്നു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടർ പട്ടികയെല്ലാം അപ്പോൾ അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ആ വീട്ടിൻ്റെ വാതിൽ വന്നിട്ട് വീണ്ടും ഭയങ്കര തെറി കുട്ടിയും തെറി പിടിച്ചുകൊണ്ട് ചുണയുണ്ടെങ്കിൽ വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോരി പിടിക്കും. അങ്ങനെ അത് നടക്കുമ്പോൾ കുറേ നേരം ഒരു 5 മിനിറ്റ് അസഹ്യമായപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ചെന്നപ്പോഴത്തേനും അവൻ ചാടി എനിക്കിട്ട് അടിച്ചു. ഞാനും ആ പ്രവർത്തകനും വേറൊരു എൻ്റെ വീടല്ല, മനോജിൻ്റെ വീട്ടിൻ്റെ മുന്നിലായി സംഭവം. മനോജ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയുടെ കൺവീനറാണ്. അപ്പോൾ അവിടെ വെച്ചുണ്ടായ ഈ അറ്റംപ്റ്റിൽ ഞങ്ങൾ ബാക്കിയുള്ള എന്നെ അടിച്ചു. ഞാൻ താഴെ പോയി അവൻ്റെ പുറത്ത്, പിന്നെ എല്ലാവരും പിടിച്ച് അവനെ മാറ്റി ആ വിഷയം ഒഴിവാക്കി അവിടെ നിന്ന് വിട്ടു. പക്ഷേ അങ്ങനെ ഒഴിവാക്കി വിട്ടെങ്കിലും അവൻ പിന്നീട് നേരെ പോയത് എൻ്റെ വീട്ടിലോട്ടാണ്, എൻ്റെ കുടുംബത്തോട്ട് ചെന്ന് വീടിൻ്റെ ഗ്ലാസ് എല്ലാം തല്ലിപ്പൊട്ടിച്ച് അപ്പോൾ അനിയനുണ്ടായിരുന്നു. അനിയനോട് ഇടപെട്ടപ്പോഴത്തേന് അനിയനുമായിട്ടുണ്ടെങ്കിൽ പിടിച്ച് വരയ്ക്കകത്ത് കയറി അമ്മയെ പിടിച്ച് തള്ളിയിട്ട് അങ്ങനെ വീട്ടിൽ പ്രശ്നമായി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള സി.പി.ഐ.എം നേതാവിന്റെ നേതൃത്വത്തിലാണ് അക്രമം നടന്നതെന്ന് ബി.ജെ.പി. ആരോപിച്ചു. സി.പി.ഐ.എം ഗുണ്ടകളാണ് ആക്രമണം നടത്തിയതെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് ഷോൺ ജോർജ് ആരോപിച്ചു. കണ്ണൂർ മോഡൽ അക്രമം കോട്ടയത്ത് നടത്താനുള്ള നീക്കം ബി.ജെ.പി. അനുവദിക്കില്ല എന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണല്ലോ സി.പി.എം. ഇത് മലബാറിനുള്ള സൂചനയാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു സൂചന കൂടിയാണ് ഇന്നലത്തെ കുറിച്ച് സംഭവം. ഇത് 16 സ്റ്റിച്ചാണ് തലക്കുള്ളത്, വടിവാൾ വെച്ചാണ് തലക്കടിച്ചിരിക്കുന്നത്. ഇത് എന്ത് രാഷ്ട്രീയമാണിത്? അപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സി.പി.എം എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് കുറിച്ച്. അല്ല, ഈ അസ്വസ്ഥത പ്രകടമാകുന്ന തോൽവി ഭയമുണ്ടാകുമ്പോഴാണല്ലോ ഈ അസ്വസ്ഥത പ്രകടമാകുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമാണ് ഇതുണ്ടായിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. ബി.ജെ.പി. തല്ല് കൊണ്ടുകൊണ്ട് പോകില്ല എന്ന് മാത്രം അറിയിക്കുന്നു. അതേസമയം സി.പി.എം പ്രവർത്തകരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുണ്ടായ പ്രശ്നത്തെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കയ്യേറ്റമുണ്ടായതെന്ന് സി.പി.എം തുരുത്തി ലോക്കൽ സെക്രട്ടറി പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് പറഞ്ഞു. രാഷ്ട്രീയപരമായ അവരുടെ ഒരു പകപോക്കൽ മാതിരി വേണം ഇതിനെ കാണാൻ. ഒരുപക്ഷെ ബി.ജെ.പി. കുറിച്ചി പഞ്ചായത്തിൽ നിന്ന് തന്നെ, ഒരുപക്ഷെ നല്ല പഞ്ചായത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇലക്ഷന്റെ കണക്കുകൂട്ടലുകളും അതിൻ്റെ വിലയിരുത്തലുകളും ഒക്കെ പോകുന്നത്. അവർക്കും അത് നല്ല ബോധ്യമുള്ള കാര്യവുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളൊരു പ്രകോപനം സൃഷ്ടിക്കലായി മാത്രമേ ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. അങ്ങനെ പ്രകോപനം സൃഷ്ടിച്ചപ്പോൾ നമുക്ക് പ്രതിരോധിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായി. അതാണ് സംഭവിച്ചത്. സംഭവത്തിൽ 2 സി.പി.എം പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.